എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. തുടരും സിനിമ മാറ്റി വെക്കാനുള്ള കാരണം എന്ത് എന്നുള്ളത് നമ്മുടെ തരുൺ മൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുമ്പോഴാണ് ഇതൊക്കെ തെറ്റ്. നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി നമ്മളെ കൊന്നില്ലാന്നേ ഉള്ളൂ. അതെ, ഇപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടോ? ഡയറക്ടർ തന്നെ വന്ന് പറഞ്ഞല്ലോ, സമാധാനമായല്ലോ. കേട്ടിട്ടുണ്ടാവില്ലായിരിക്കില്ല, കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. കേൾപ്പിച്ചു തരാം. ഓക്കെ, എന്തായാലും ആളുടെ വോയിസ് കേൾക്കാം. യെസ്, എന്താണ് പറയാനുള്ളത്? എന്താണ് തരുൺ മൂർത്തി പറയാൻ? ജനുവരി 30 ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക, അത് ശ്രദ്ധിക്കപ്പെടുക, അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ്. അപ്പം 30 ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ്. 30 ഇറങ്ങാത്തതിന്റെ കാരണങ്ങൾ വേറൊന്നുമല്ല. ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ളൊരു, അതിപ്പോ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവുന്നറിയില്ല. OTT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം രഞ്ജിത്തേട്ടനെ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് 100% എനിക്ക് രഞ്ജിത്തേട്ടനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. ഞാനാണെങ്കിലും അല്ലെ ലാലേട്ടനാണെങ്കിലും അല്ലെ ശോഭനാമാണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിത്തേട്ടൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് തന്നിട്ടുള്ളത്. എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇന്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസർ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫീരിയറ്റീസോ എൻ്റെ ഫ്രസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാണിക്കാൻ പറ്റില്ല. അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കോളാണ്. ഓക്കെ, നമ്മൾ ജനുവരി 30 ഇത് റിലീസ് ചെയ്യേണ്ട എന്നുള്ളത്. പിന്നെ ജനുവരി 30 റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആശീർവാദിന്റെ ഒരു അപ്ഡേഷനിൽ വന്ന, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൽ വന്ന 30 അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയപ്പോൾ മുതൽ നമ്മൾ 30 എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല. നമുക്ക് കൺസേൺ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും 30 ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീസർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞാണിത് ഇത് എന്തുകൊണ്ടാണ് സെൻസർ കഴിഞ്ഞിട്ടും ടീസർ പുറത്ത് വരാത്തത്. പിന്നെ അത് മാത്രമല്ല OTT വിഷയം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു സിനിമക്കല്ല, എല്ലാ സിനിമക്കും ഉണ്ട്. അത് കുറഞ്ഞ പൈസക്ക് വിറ്റ് പോകുന്നുണ്ട്. ചിലത് തിയേറ്ററിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവർ ചർച്ച ചെയ്ത് അതിനുശേഷം സെയിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ തീർച്ചയായും അത് സേഫ് ആക്കിയതിന് ശേഷമല്ലേ സിനിമ തിയേറ്ററിലേക്ക് ഇവർ പ്ലാൻ ചെയ്യുള്ളൂ. പിന്നെ തീർച്ചയായും മലയാളത്തിൽ 35 കോടിയിൽ ഒരു സിനിമ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബഡ്ജറ്റ് പിന്നെന്താ, മറ്റുള്ള ഇൻഡസ്ട്രി പോലെ അല്ലല്ലോ. അപ്പൊ ആ തുക എത്രയാണെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളത് ഏതൊരു പ്രൊഡ്യൂസറും വിചാരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണെങ്കിലും കേൾക്കാം. പിന്നെ ഇപ്പൊ കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഇത്ര കിട്ടൂല, അതാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രശ്നമുള്ളത്. അല്ലാതെ ഇത് വിറ്റ് പോകുന്നില്ല, സിനിമ വാങ്ങാൻ ആളില്ല എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കാര്യകാരണങ്ങൾ സത്യാവസ്ഥ അറിയുകയും അതിന്റെ അടിയിൽ വന്ന്, പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ വന്ന്, എന്റെ കമന്റിന്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലൊക്കെ കമന്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട്. അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല, ഇനിയൊട്ട് യൂസ്ഡ് ആകാൻ താല്പര്യമില്ല. ടോക്സിക് ചിലർക്കേ ഇതങ്ങനെ അങ്ങ് എല്ലാം അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് മാറ്റി വെക്കാൻ കഴിയില്ല. അതാണ് ഇത് തീരെ സഹിക്കാൻ പറ്റാത്തവരുണ്ട്, ഈ തെരുവിളിയും കാര്യങ്ങളൊക്കെ. ഇതൊരു ഹേറ്റ് ക്യാമ്പയിൻ പോലെ തന്നെ. അതായത് എല്ലാ സംവിധായകൻ അങ്ങനെ തെറി വിളിച്ചിട്ട് നല്ല കാര്യം അതൊരുമാതിരി ഭ്രാന്തമായിട്ടുള്ള സ്വഭാവം. അതായത് ഇപ്പം ഇതിന് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം അമൽ നീരത് നമ്മുടെ ബിലാല് വരും എന്ന് പറഞ്ഞിട്ട്
സിനിമ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അത് അതിനനുസരിച്ച് നടന്നാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തിറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് കരുതിയിട്ട് അയാളെ പോയിട്ട് പൂര തെറിവിളി വിളിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അതപ്പോ അത് തന്നെയാണ് ഇപ്പൊ ഇയാളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കുറച്ച് മാറി എന്ത് സംഭവിക്കാനാ? ഇവർക്കിത് ശരിയായ രീതിയിൽ മനസ്സിലായിട്ടില്ല. ഇതെന്താണ് റിലീസിന് എത്താത്തത് എന്നുള്ളത് പലർക്കും സത്യം. എന്നാൽ മനസ്സിലായവരുണ്ട്, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട്. ഈ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ കയറിയിട്ട് ഇരുന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അല്ല, ഇപ്പം ആളെ കുറെ തെറി വിളിച്ചുകൊണ്ട് സിനിമ 30 റിലീസ് ചെയ്യോ? ഇല്ല. അത് വരേണ്ട ഡേറ്റിന് അത് വരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമില്ല. പാവം പിടിച്ച അയാളെ കുറിച്ച് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. ആളുടെ ആദ്യത്തെ ലാലേട്ടൻ സിനിമയാണ്, ഒരു ഫാൻ ബോയ് ആണ്. ആൾക്ക് നല്ല രീതിയിൽ ഇറങ്ങണം എന്നുള്ളത് ആൾക്കുണ്ട് ആഗ്രഹം. ആളായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ശരിക്കും ആഗ്രഹിക്കേണ്ട എന്താ? ബിസിനസ് പരമായിട്ട് സിനിമ വിജയിക്കണം, അതിന് പ്രാധാന്യമില്ലേ? വെറുതെ ഈ ഒരു ഡേറ്റ് അങ്ങ് പറഞ്ഞു എന്ന് കരുതിയിട്ട് ആ ഡേറ്റിന് തന്നെ ഇറക്കണം എന്നുള്ളത് വാശി പിടിച്ചിറക്കി കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത വാശിയായി പോകും. എത്രയോ സിനിമകൾ മാറ്റി വെക്കുന്നു, എത്രയോ വലിയ വലിയ സിനിമകൾ മാറ്റി വെക്കുന്നു. അതിനും വലുതൊന്നും അല്ലല്ലോ ഇപ്പൊ. എത്ര ഇപ്പോ കൽക്കി, ബാഹുബലി, കങ്കുവ എത്ര പ്രാവശ്യം മാറ്റി? ഇതൊക്കെ എത്ര വട്ടം മാറ്റിയതാ? പുഷ്പ, അങ്ങനെ എത്രയോ സിനിമകൾ, എല്ലാ വലിയ സിനിമകളും മാറ്റാറുണ്ട്. അത് അതിൻ്റെതായ കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ റിലീസിനെത്തുള്ളൂ. അത് അവരെ പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല, കാരണം അത്രയും മുടക്കിയിരിക്കുന്നതാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ശരിക്ക് ഞങ്ങള് ഇത് മാറ്റി വെക്കാൻ പോകുന്നു എന്നുള്ള സൂചന ഒരു 6 ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതെ, 15-ാം തീയതി 16-ാം തീയതി നമ്മൾ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന് നമുക്ക് ധൈര്യം കിട്ടണമെങ്കിൽ അതിന് മുൻപുള്ള 2-3 ദിവസം മുമ്പ് ഇത് അറിയണ്ടേ? പിന്നെ അതിനുശേഷം ചർച്ച ചെയ്താ ഇനി ചെയ്തേക്കാം, ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത് അറിയാം, എങ്ങനെ തെറ്റാണെങ്കിൽ. അപ്പോൾ ആ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ അങ്ങനെ സംഭവം അതിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടല്ലേ. തീർച്ചയായും നിങ്ങൾ ചിന്തിച്ചാൽ മതി. തുടരും എന്ന സിനിമയുടെ ടൈറ്റിൽ ആദ്യം ഞങ്ങൾ 2 മാസം മുമ്പേ തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപേ ഞങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് തന്നെ പറയുന്നതാണ്, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് തൂ എന്ന് പറഞ്ഞത്. എന്നിട്ട് 2 മാസത്തിന് ശേഷമാണ് ഇതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാവുന്ന പരിപാടികൾ ഇതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ വെറുതെ ഇരുന്ന് കയറി പറയുന്നതല്ലല്ലോ ഇത്. ചുമ്മാ ഇരുന്ന് പറയുന്നതല്ല. പല ആൾക്കാരും ഇപ്പം ഇതിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടു ലാലേട്ടനെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ലാലേട്ടനെ സിനിമകളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കൊക്കെ എന്താ തെറിയൊക്കെ നമ്മളെ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇത് മാറ്റുന്നത് എത്ര വലിയ തെറ്റാണെന്ന്. നമുക്ക് വിഷമം തോന്നുന്നു, കാരണം നമ്മൾ കാത്തിരുന്നതാണ് 30-ാം തീയതി. ശരി, അതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മ തെറിയൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ നമ്മ എന്തിനാണ് തെറി ഇതേ ചിന്തയിൽ തന്നെ നമുക്കുള്ള, അതായത് ഈ ഒരു സിനിമ മാറ്റി വെക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനകത്ത് എന്ത് ഇത്ര വലിയ അത്ഭുതവും ആശ്ചര്യമുള്ള? ഒരു സിനിമ മാറ്റി വെച്ച ഉടനെ തന്നെ അത് പരാജയ സിനിമ ആയിരിക്കും ആര് പറഞ്ഞത്? അതും ഞെട്ടിച്ചു. അങ്ങനത്തെ കമന്റ് അല്ല, അത് മറ്റേ ഡൊമിനിക്കിനെ പേടിച്ചിട്ടാണ്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കമന്റുകൾ. ഒരു സിനിമയ്ക്ക് ഒന്നിന് നല്ല സിനിമയാണെങ്കിൽ 2-3 നമ്മളെപ്പോഴും പറയാറില്ല, 3 സിനിമ വന്നാലും 3 ഓടും. ഈ ഡൊമിനിക്കിനെ പേടിച്ചിട്ടാന്നുള്ളതൊക്കെ പിന്നീട് വന്നത്. അതിന് മുൻപ് ഡൊമിനിക്കിന് വേണ്ടി എന്നായിരുന്നു. അതെ, ഡൊമിനിക്കിന് വേണ്ടി. അത് ഞങ്ങള് ഡൊമിനിക്കിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. സിനിമ മാറ്റി വെക്കാൻ പോകുന്നു എന്നുള്ള സൂചന എല്ലാവരും കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരിച്ചായി. ഡൊമിനിക്കിനെ പേടിച്ചിട്ടാണെന്നുള്ളത് ഫാൻസ് ഇങ്ങോട്ട് എടുത്തു, മറ്റേ ഫാൻസ് എടുത്തു. ഇത് ഫാനിസം എന്ന് പറയാൻ പറ്റില്ല ഈ സംഭവത്തിന്. ഫാനിസം ഒക്കെ ഉണ്ട്, അത് നല്ലതാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് അവരും ജീവിക്കാനും അവരുടെ ഇതും കൂടി നോക്കണം. അല്ലാണ്ട് ഒരു ഫാനിസം മാത്രം വെച്ചിട്ട് ഇപ്പൊ അവര് കൊണ്ടുപോയിട്ട് ഒരു 5 കോടിക്ക് ബിസിനസ് നടത്തിയിട്ട് സിനിമ കൊണ്ട് റിലീസ് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? അതിപ്പോ നടക്കും, അതിപ്പോ എത്ര വേണമെങ്കിൽ നടക്കും, എപ്പൊ നേരത്തെ നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പല സിനിമകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് ചിലത് സെയിൽ നടക്കുന്നുണ്ട്, ചിലത് അതിന് ശേഷമാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ പലതും കുറഞ്ഞ റേറ്റില് വിറ്റ് പോകുന്നുണ്ട്. അതിന് അതിൻ്റെതായ ലോ ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾക്കേ പറ്റുള്ളൂ. വലിയ സിനിമകളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് അതിന്റെ ഒരു സത്യം തന്നെയാണ്. ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും അല്ലെ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണെന്ന് തോന്നുന്നില്ല. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ, ഫാൻസിന്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട്. അവരോടൊക്കെ ഞാൻ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് അറിയില്ല, ഇതിങ്ങനെ ഒരു ഭയങ്കര മാസീവായിട്ടുള്ള അറ്റാക്ക് പോലെ, ഒന്ന് ഫാൻ ഫൈറ്റിന്റെ ഒക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മളുടെ ഐഡിയയിൽ വന്ന് കാണുമ്പോൾ നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ, അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആയിരിക്കില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര
ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, ആരുടെയും സപ്പോർട്ടോട് നിന്ന് വന്നല്ല. അപ്പൊ അതൊക്കെ ചിലപ്പം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ അല്ല എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കോ ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യണത് കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഉപദ്രവം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കളഞ്ഞേക്കണം. എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുമ്പോൾ വളരെ ജെന്യുവനായിട്ടും വളരെ സുതാര്യമായിട്ടും സിനിമയെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാറുള്ളൂ. പക്ഷെ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. പിന്നെ സിനിമയുടെ കേസിൽ സിനിമ എപ്പോ ഇറങ്ങിയാലും അത് നല്ല രീതിയിൽ വരുമെന്നും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം. അത് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണെന്നും അല്ലെങ്കിൽ നെഞ്ചും പിരിച്ചിറങ്ങാം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. വളരെ സിൻസിയർ ആയിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. എന്റെ കൂടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നിഷാദ് എന്ന് പറഞ്ഞ എഡിറ്റർ ആണ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ പോയത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഷാന്റെ മരണ വാർത്ത അറിഞ്ഞ് അതിന്റെ വേദനയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു തീരുമാനം എടുത്ത് പുതിയ എഡിറ്ററുമായിട്ട് വർക്കും ഒക്കെ തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഒന്നും ഡിലേകളല്ല. പക്ഷെ ഇതൊക്കെ ഈ മരണവും ഒക്കെ ഇതിന്റെ അകത്ത് കൂട്ടിക്കുഴിച്ച് പറയുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. ഇപ്പൊ ഒരു സിനിമ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഞാനിതൊക്കെ കേൾക്കാൻ ഞാൻ അത് മനസ്സിലാക്കാം. പക്ഷെ ഇത് ഒരു രീതിയിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ബ്രൂട്ടൽ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെല്ലാരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ വളരെ സങ്കടപ്പെട്ട് ജെനുവിനായിട്ട് ചോദിക്കുന്ന നല്ല നല്ല ഐഡിയകൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ട്. പക്ഷെ ഈ ഫാൻ ഫൈറ്റിന്റെ പേരിൽ നടന്ന ടോക്സിക് ആയിട്ടുള്ള ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് ബ്രോ സത്യാവസ്ഥ. എന്ത് വന്നാലും സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമ നന്നാവുമെന്നും അത് നല്ല രീതിയിൽ ലാലേട്ടന് പേരുള്ളൊരു സിനിമയാകുമെന്നും തന്നെയാണ് എൻ്റെ വിശ്വാസമാണ്. നമ്മൾ എല്ലാ സിനിമയും അതേ വിശ്വാസം തന്നെയാണ് ചെയ്യുന്നത്. ഇത് നന്നായി വരട്ടെ. എന്തായാലും താങ്ക് യു ബ്രോ. ഇങ്ങനെ ചോദിച്ചല്ലോ എൻ്റെ അടുക്കൽ എന്താണ് ബ്രോ കാരണം എന്ന്. അങ്ങനെ ചോദിച്ച ആളുകൾക്ക് വളരെ വിരളമാണ്. എന്താണ് എക്സാക്ട് റീസൺ ചേട്ടാ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഈ കാലത്ത് ഭയങ്കര വിരളമാണ്. ഞാനും ഓക്കെയാണ്, എൻ്റെ ടീമും ഓക്കെയാണ്. പക്ഷെ ഈ ഇതുവരെയുള്ള ഈ സിനിമയുടെ പ്രോസസ്സ് എല്ലാം വളരെ പോസിറ്റീവാണ്. ഈ ലാലേട്ടൻ ഞാനൊക്കെ ഏറ്റവും സന്തോഷിച്ച് തന്നെയാണ് ഈ സിനിമ വർക്ക് ചെയ്തത്. പക്ഷെ ഈ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് വെളിക്കൂട്ടങ്ങൾ എന്ന് വേണേൽ പറയാം, അറിയില്ല അതിനങ്ങനെയാണോ വിളിക്കേണ്ടതെന്ന്. അത് ലാലേട്ടന്റെ ഫാൻസ് ആണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇത് ഇവര് പറയുന്നതും ഒക്കെ വേറെ എനിക്ക് തോന്നുന്നു വേറെ ഫാൻ ഫൈറ്റിന്റെ പേരിലൊക്കെ ഉള്ള ഇതാണെന്ന് തോന്നുന്നു. ഞാൻ FFC അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആക്റ്റീവ് അല്ല. പക്ഷെ എനിക്ക് കാണുമ്പോൾ അവിടെ നിന്നൊക്കെ വന്നൊരു വെളിക്കൂട്ടം വന്ന് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം ഒരുപക്ഷെ ഇത് സിനിമ ഇറങ്ങുമ്പോ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അറ്റാക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായാലും ഇതൊക്കെ നമ്മൾ ഒരു ലാലേട്ടൻ സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യണമായിരിക്കും. ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പക്ഷെ അറിയില്ല എന്താണ് ഇങ്ങനെ ഒരു അറ്റാക്ക് എന്ന്. എനിവേ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു രീതിയിലും. കാരണം ഞാൻ അതിന് മാത്രം ഒരു വലിയ അപരാധം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും വളരെ മോശം വെച്ചിട്ടാണ് ഞാനത് കേൾക്കണമെങ്കിൽ 100% ഞാൻ കേൾക്കാം. അല്ലാണ്ട് ഭയങ്കര നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നത് ഇനി ഓക്കെ. ഞാനിപ്പം സിനിമ റിലീസായി കഴിയുമ്പോൾ സിനിമ മോശമാണെങ്കിൽ എനിക്കറിയാലോ പ്രോപ്പർ എനിക്ക് ഇൻഡസ്ട്രി സിനിമ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാം. ഞാൻ അത്രയും വലിയ റിസ്ക് ആണ് ലൈഫിൽ എടുത്തിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫാൻ ഇപ്പം ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ LJP ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ പോലും ഈ ടോക്സിക് ഐറ്റങ്ങൾ വന്ന് ഒരുപാട് മാനസികമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തിനാണ് അതെന്ന് എനിക്കറിയില്ല. നല്ല സിനിമയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, നല്ലതല്ലെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ നിങ്ങൾ എഴുതിക്കൊല്ലുക, അത്രയും പറയാം. ഇതിനകത്ത് മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് ബ്ലോക്ക് ചെയ്ത് തെറ്റാണല്ലോ എന്ന്. ഒരു തെറ്റുമില്ല അതിനകത്തൊന്നും. അങ്ങനത്തെ ഒരു ചിന്ത പോലും വേണ്ട. അത് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം തന്നെ. കാരണം ഒരു ലിമിറ്റിന്റെ അപ്പുറത്തോട്ട് കടന്നു കയറി കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും അവിടെ വെച്ച് നിർത്തുക. അല്ല എന്താണെന്നറിയോ, സിനിമ മാറ്റി ഇതിനാണ് അത് ചിന്തിക്കണം. സിനിമ വന്ന് കൊണ്ടുവന്നിട്ട് ലാലേട്ടനെ കിട്ടി, ശരിയായ രീതിയിൽ യൂസ് ചെയ്തില്ലല്ലോ, നശിപ്പിച്ച് കളഞ്ഞല്ലോ, ആ രീതിയിലുള്ളൊരു ആക്രമണം അല്ലത്. അങ്ങനെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ സിനിമ വന്നു റിലീസായി അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ വരണം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു കണക്കിനൊന്ന് ആലോചിച്ച് നോക്ക്.
ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ പോവും. അതാണ് ഇത് ഒരു സിനിമ ചെയ്തു വെച്ചു, അതിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയതിന് ഇങ്ങനെ അനുഭവിക്കുന്നു. അവിടെ ഒരു സിനിമ അനൗൺസ്മെന്റ് ചെയ്തതിന് ഇത് അയാളെ തെറിയാ, അയാളെ പേജിലൊക്കെ കയറി നോക്കി എന്റെ പൊന്നെ എമ്മരി തെറിയ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രാവൻകൂടി ഷാപ്പിന്റെ പോസ്റ്റർ ഇടുമ്പോ അതിന് താഴെ കമന്റ്സ് ഇതാണ്, ഈ സിനിമയെ കുറിച്ചല്ല ബിലാലിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു അവസ്ഥ ഉണ്ട്. പിന്നെ ഇത് കുറെ ഫാൻസിനുള്ള അവരുടെ മനസ്സിൽ വന്ന ഒരു തെറ്റിദ്ധാരണ, അതായത് ഇങ്ങനെ മാറ്റി വെക്കുന്നു, OTT പോലും സെയിലാവുന്നില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നതുകൊണ്ട് തന്നെ സിനിമ വളരെ മോശമാണ് എന്ന് ഇവരാദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അത് സിനിമയുടെ ബഡ്ജറ്റ് വെച്ചിട്ടാണ് OTT-യിൽ എങ്ങനെ ഒരു ലാഭത്തിന് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ആലോചിക്കണം. അവർക്ക് അതിനുള്ള ബഡ്ജറ്റിനനുസരിച്ച് മുടക്കിയ മുതലിനനുസരിച്ചുള്ള ലാഭത്തിന് അവർക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അത് വിൽക്കുന്ന സമയത്ത് ഓക്കെ ആവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സിനിമ മോശമായതുകൊണ്ടോ, സിനിമ കാണാതെ എങ്ങനെയാണ് സിനിമ മോശം എന്ന് പറയാ? അതെ, അതായത് ഇവർക്ക് ഇതെന്താണെന്നറിയോ, OTT ടീം കണ്ടു എന്നിട്ട് എടുക്കുന്നില്ല, ഇതൊക്കെയായിരിക്കും അവരുടെ മനസ്സിലായി. അങ്ങനത്തെ ഒരു അതല്ല ഇത് ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ. ഇവർ ഓരോ സമയങ്ങളിലും ഓരോ സിനിമക്ക് അല്ലെങ്കിൽ ഓരോ മാസങ്ങളിൽ മലയാള സിനിമക്ക് ഇത്ര, തമിഴ് സിനിമക്ക് ഇത്ര, ബോളിവുഡ് സിനിമക്ക് ഇത്ര, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പണം മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ചതിൽ ഈ ബിസിനസ് രീതിയിൽ മലയാളത്തിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന സെയിൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ്, കുറഞ്ഞ പൈസക്കാണ്. അത് കൂട്ടിയിട്ട് ഒരു മിനിമം ഒരു 15 എന്നുള്ള രീതിയിലൊക്കെ ഒരു കച്ചവടം നടത്താനായിരിക്കണം മേ ബി ഇവർ നോക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലാണ്ട് ഒരിക്കലും ഇത് ഇപ്പൊ ജെന്യൂൻ ഫാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോടാണ് നമ്മൾ പറയാനുള്ളത്. കാരണം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു മോശം സിനിമയാണെന്ന് കരുതിയിട്ട് അത് OTT-യിൽ സെയിൽ ചെയ്യാത്തതുകൊണ്ടൊന്നും നല്ല റിലീസ് മാറ്റി വെച്ചിരിക്കുന്നത്. ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അത് മുടക്കി സിനിമയുടെ എല്ലാം കഴിഞ്ഞു, പക്ഷെ എന്നാൽ പോലും ഇനി റിലീസ് സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും വീണ്ടും, അതായത് അവരുടെ മുടക്കിയതിനനുസരിച്ചുള്ള പൈസ കിട്ടുന്ന ഏത് സമയത്താണ് ആ സമയത്ത് അവർ സെയിൽ ചെയ്യും, പരിപാടി പുറത്തു വരികയും ചെയ്യും. എന്തായാലും സിനിമ നല്ല സിനിമ തന്നെയായിരിക്കും. നമ്മൾ അറിഞ്ഞതും ഇപ്പോൾ ഈ തുടരും പറഞ്ഞില്ലേ, ഇവർ ഡയറ്റ് പുറത്തു വിടുന്നതിന് മുൻപേ നമ്മളിത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് പലതും അറിയാമെന്നുള്ളതുണ്ടല്ലോ അതിൽ. അത് വെച്ച് പറയാം നല്ല സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഒഫീഷ്യലായിട്ട് ഇനി അവരുടെ ഡേറ്റ് വരട്ടെ, അന്ന് കാണാം. പിന്നല്ല ഇതൊക്കെ ഇങ്ങനെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പിന്നെന്താ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് എന്താ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.